തിരികെ സ്വാഗതം പ്രിയ പ്രേക്ഷകരെ. സമയം 8:30 ദില്ലി കേരള ഹൌസിൽ അച്ചടക്ക നടപടി ഉണ്ടായിരിക്കുന്നു. വനിതാ ലോ ഓഫീസർ സി ഗ്രാൻസിയെ സ്ഥലം മാറ്റി സെക്രട്ടേറിയറ്റിലെ മാതൃവകുപ്പിലേക്കാണ് തിരിച്ചയച്ചത്. റെസിഡന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനം തൃപ്തികരമല്ല എന്ന റെസിഡന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിന് പിന്നാലെയാണ് നടപടി. ഗ്രാൻസി കീഴുദ്യോഗസ്ഥരോട് മോശമായി പെരുമാറുന്ന ഓഡിയോ സന്ദേശമടക്കം പുറത്തു വന്നിരുന്നു. ആദിൽ പാലോട് വിവരങ്ങളുമായി ചേരുകയാണ്. അതിൽ ജീവനക്കാരോട് വളരെ മോശമായി പെരുമാറുന്നു എന്നതടക്കം പരാതികൾ ഉണ്ടായിരുന്നു. റെസിഡന്റ് കമ്മീഷണർക്കും ചീഫ് സെക്രട്ടറിക്കും ഒക്കെ പരാതി നൽകിയിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ നടപടി എന്നാണ് മനസ്സിലാക്കുന്നത്. ഉറപ്പായും അങ്ങനെ തന്നെയാണ്. ഈ ഗ്രാൻസിക്കെതിരെ തുടർച്ചയായ പരാതികൾ ഉണ്ടായിരുന്നു. വ്യാപകമായ പരാതിയായിരുന്നു. കീഴുദ്യോഗസ്ഥർക്കെതിരെ മോശമായ പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നു, മോശമായി പെരുമാറുന്നു എന്നതടക്കമുള്ള പരാതികൾ. ഇത് ഇവിടുത്തെ കേരള ഹൌസിലെ റെസിഡന്റ് കമ്മീഷണർക്കും ഒപ്പം ചീഫ് സെക്രട്ടറിക്ക് വരെയും പരാതി പോയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു അച്ചടക്ക നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. LDF സർക്കാരിന്റെ കാലത്താണ് ഗ്രാൻസിയെ കേരള ഹൌസിൽ ലോ ഓഫീസറായി നിയമിക്കുന്നതും. നമുക്ക് വിവാദങ്ങളിൽപ്പെട്ട ഒരു സംഭവം മുൻപ് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരിക്കെ ഗവർണറുടെ വാഹനം ഇടിച്ചു തടസ്സപ്പെടുത്തി എന്ന പേരിൽ CRPFുമായി ബന്ധപ്പെട്ട ഒരു വഴക്കും തർക്കവും ഒക്കെ ഉണ്ടായിരുന്നു. ഇതിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥയാണ്, ലോ ഓഫീസറാണ് ഗ്രാൻസി. ഗ്രാൻസിയെ ഇപ്പോൾ മാതൃവകുപ്പിലേക്ക് തിരുവനന്തപുരത്തേക്ക് തിരിച്ചയക്കുന്നു എന്നാണ് ഉത്തരവിൽ പറയുന്നത്. വ്യാപക വിമർശനങ്ങൾ ഉണ്ടായിരുന്ന, വ്യാപകമായി പരാതികൾ ഉയർന്നിരുന്ന ഒരു ഉദ്യോഗസ്ഥക്കെതിരെ ഇപ്പോൾ അച്ചടക്ക നടപടി സ്വീകരിച്ചിരിക്കുന്നു. LDF സർക്കാരിന്റെ കാലത്ത് കേരള ഹൌസിൽ നിയമിച്ച ഉദ്യോഗസ്ഥയെയാണ് തിരിച്ച് തിരുവനന്തപുരത്തേക്ക് അയച്ചിരിക്കുന്നത് ദില്ലിയിൽ നിന്നും. മാധു, ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്. കീഴുദ്യോഗസ്ഥരോട് മോശമായി പെരുമാറി എന്ന പരാതിയെ തുടർന്നാണ് ഇപ്പോൾ മാത്രമല്ല റെസിഡന്റ് കമ്മീഷണർ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലം മാറ്റമുണ്ടായിരിക്കുന്നത്.